ഹലോ ഗായ്സ്, വെൽക്കം ടു റജീസ് വാൽ. അപ്പോൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ഇടുകയാണ്. ഇപ്പം ഇടാനുള്ള മെയിൻ റീസൺ ഞങ്ങൾ മംഗലാപുരം വരെ പോവാണ്. അതായത് എക്സാം എഴുതാൻ വേണ്ടി. ഞാൻ കർണാടക നഴ്സിംഗ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കർണാടകയ്ക്ക് മംഗലാപുരത്തേക്ക് പോവാണ്. അപ്പം അതിന് ഞങ്ങൾ കോട്ടയത്തു നിന്ന് ട്രെയിൻ പിടിച്ചിട്ടാണ് പോകുന്നത്. പരശുറാം എക്സ്പ്രസ്സിൽ രാവിലെ ഡയറക്റ്റായിട്ട് നേരെ മംഗലാപുരത്ത് നിന്ന് ഇറങ്ങാം. അപ്പം ഞങ്ങൾ അവിടെ ഒരു രാവിലെ 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവിടെ ഒരു 8:30 ഓൾമോസ്റ്റ് ആ ഒരു സമയപ്പോൾ എത്തി. അധികം തിരക്കൊന്നുമില്ലാതെ വേഗം തന്നെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിരുന്നത് AC ചെയർ കാറിലാണ്. ഇരുന്നങ്ങ് പോകാമല്ലോ എന്നോർത്ത്. ഈ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ AC ബുക്ക് ചെയ്തു. പിന്നെ അത് വേണ്ടാന്ന് ഓർത്തു. അമ്മാതിരി തണുപ്പായിരുന്നു. കയറിയിരുന്നെങ്കിൽ ഉടനെ തന്നെ വണ്ടി എടുത്തിരുന്നു കേട്ടോ. അത് ഒരുപാട് താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സീറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ്. നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാഭയും ആ ഊഷ്മളതയൊക്കെയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേർക്കാറിൻ്റെ അവസ്ഥ ഇതിനകത്ത് നമ്മൾ കാണും. അതായത് നല്ല തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് അമ്മ വീഡിയോ എടുത്താണ്. അതിനകത്ത് ഞാൻ തണുക്കുന്നു ഗൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് യാതൊരു പ്രശ്നമില്ലാതെ അപ്പൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനവിടെ ഇരുന്ന് കിടുകിട വിറക്കിയായിരുന്നു. അപ്പം AC ആരിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ ഒരു ഫ്രീ ടിപ്പ് പറഞ്ഞുതരാം. ബ്ലാങ്കറ്റ് വല്ലതും എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് സുഖമായി കിടന്ന് ഉറങ്ങാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഞാൻ വായിക്കാനായിട്ട് ബുക്ക് എടുത്തത്. എന്തായാലും വെറുതെ 12 മണിക്കൂർ ഓൾമോസ്റ്റ് നമുക്ക് യാത്ര ഉണ്ട് മംഗലാപുരത്തിന്. അപ്പോൾ അവിടെ കുത്തിയിരിക്കുന്നതിന് പകരം ഇന്ത്യയിലൊക്കെ ഇരുന്ന് വായിക്കാമല്ലോ. എത്രയെന്ന് വെച്ചിട്ട് ഫോൺ നോക്കി എൻ്റെ നെറ്റ് കളയുന്നത്. അപ്പം കുറച്ച് വായിച്ചു. ഇത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മാരി എപ്പിസോഡ് ഒരു ബുക്കാണ് കേട്ടോ. അതെൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് പെട്ടെന്നല്ല വീഡിയോസ് പോകണേ. പെട്ടെന്ന് ഇതുപോലെ തന്നെ ആ യാത്രയും പോയത് എന്ത് എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്കത്തെ വേണ്ടിയിട്ട് ആ സൈഡിൽ കൂടെ ഒന്നും ഫുഡ് വന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയതാണ്. രാവിലെ എണീറ്റ് അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി. എന്നിട്ട് അപ്പം തന്നെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ കൊണ്ടുപോയതാണ്. രാവിലെ 7:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ 4 മണിയായി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ കുടിച്ചു. അവിടെ ചായ പഴയ പഴം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ടായിരുന്നു. അതിനകത്തൊന്ന് ഒരു ചേട്ടന് മാത്രം ലക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ചായ അതിനകത്തൊന്ന് വാങ്ങിച്ചു. ഊർന്നിറങ്ങുന്ന കണ്ടില്ല ഗൈസ്, നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മൾ ചായ വാങ്ങിച്ചു. വലിയ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് പറയാമെന്നല്ലേ ഉള്ളൂ, ഊഹിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ ഇന്ത്യൻ റെയിൽവേയുടെ ചായ. അപ്പം പോലീസുകാർ ഇത് നമ്മുടെ അമ്മയും ഞാനും ആണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുത്താണ്. അതൊരു സമയം എൻ്റെ പിമ്പിളിനെ ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്നതാണ് ഗൈസ്. ഞാൻ യാത്ര കിടക്കാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഭയങ്കര തണുപ്പായിരുന്നു. അത് ഞങ്ങളിപ്പം പുറത്ത് കാസർഗോഡ് ഇവിടെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പുറത്ത് നടന്നൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പഴംപൊരി ഞാൻ വാങ്ങിച്ചു. എനിക്ക് പഴംപൊരിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അപ്പനും അമ്മയും വടയാണ് വാങ്ങിച്ചത്. പിന്നെയാണ് നമ്മൾ കുറേ നേരം താമസം വന്ന് ഞാൻ അപ്പനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് വന്ദേ ഭാരത് പോകാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കണം. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാം. ഇതുവരെ ഞാൻ വന്ദേ ഭാരത് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, കയറിയിട്ടില്ല. ഇത് കണ്ടു. ഇനി എന്തെങ്കിലുമൊക്കെ കയറണം എന്നുള്ള ഒരു പ്രത്യാശയോടെ നമ്മളിപ്പോൾ മുന്നോട്ട് പോകും. അപ്പം ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് രാത്രി ആവാറായപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞ് എടുത്തതാണ്. അപ്പോഴത്തേനുമാണ് ലേക്കല്ലേ ലേക്കായിരിക്കും ലേക്കിൻ്റെ വ്യൂ വന്നു. പിന്നെ നമുക്ക് എത്തിയപ്പോൾ ഒരുപാട് രാത്രി ലഗേജൊക്കെ എടുത്ത് ഇറങ്ങാൻ നേരം അതിൻ്റെ സ്പീഡ് കാരണം തിരക്ക് കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ രാത്രി കഴിച്ച ഫുഡാണ്. ഞങ്ങൾ വാങ്ങിച്ചത് ചപ്പാത്തിയും വെജിറ്റബിൾ മസാല ആണ് കേട്ടോ. അതെന്ന് പറയുമ്പോൾ കറി നല്ല ടേസ്റ്റുള്ള കറി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കൂടെ റുമാൽ റൊട്ടി ഇടാം, നല്ല വലുപ്പമുള്ളൊരു സാധനം. അതിൻ്റെ വീഡിയോ എടുക്കാൻ പോയില്ല. ഇത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ, ഫുഡ് വയ്ക്കുമ്പോഴേക്കില്ലേ. ഇത് ഭൂമി റെസിഡൻസി, അതിൻ്റെ താഴെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റെസിഡൻസി വരെ ഒന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു പാടുണ്ട്. എൻ്റെ അമ്മേ, നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ചാൽ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി. ഇഷ്ടം പോലെ പിള്ളേർ എക്സാം എഴുതാൻ വരുന്നതുകൊണ്ട് തന്നെ കുറേ ഹോട്ടലുകാർക്ക് നല്ല ലാഭമായിരുന്നു. കാരണം എല്ലാ ഹോട്ടലിലും റൂം ബുക്ക്ഡാണ്. അങ്ങനെ ഞങ്ങൾ ഓർത്ത് മിക്കവാറും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി കിടക്കേണ്ടി വരുമെന്നാണ് ഓർത്തത്. പക്ഷേ ദൈവകൃപ കൊണ്ട് നമുക്കൊരു റൂം കിട്ടി. ഭൂമി റെസിഡൻസി അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മുറിയാണ്. ഇതാണ് ആ മുറി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ചേച്ചി വന്നു. അത് അടുത്ത ദിവസം ചേച്ചി വന്നു. ഇതാണ് മെയിനായിട്ട് റൂം. പിന്നെ അവർ ഒരാൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റിൻ്റെ താമസം വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഒരു സ്പ്രേ അടിച്ചേക്കാം, കാരണം അവർ വെക്കേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇറങ്ങി നിൽക്കുമല്ലോ. ഇത് ഞാനാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ റൂമിൽ വന്ന് സെറ്റിലായി. ഞാൻ കുളിയും തന്നെ എല്ലാം കഴിഞ്ഞ് വന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനി കിടക്കണമെന്ന് പറഞ്ഞെടുത്ത വീഡിയോ ആണ്. പെട്ടെന്ന് തീർന്നു. അങ്ങനെ ഒരു ദിവസം മൊത്തം കഴിഞ്ഞു.